ഹലോ, എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിംഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 22 നടന്നിട്ടുണ്ടായിരുന്ന ലബോറട്ടറി അറ്റൻഡർ മെയിൻസ് പരീക്ഷയുടെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇപ്പോൾ എക്സാമിൻ്റെ കോഡ് എന്ന് പറയുന്നത് 112/2024 ആണ്. കാറ്റഗറി നമ്പർ 598/2022. ഒട്ടും സമയം കളയേണ്ട. ലെറ്റ്സ് മൂവ് ടു ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 2n - 2n - 96 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്നിന്റെ വില എത്ര എന്നാണ്. അപ്പൊ ഇതെങ്ങനെ എഴുതാൻ പറ്റുക? 2⁻6 - 2⁴ n -2 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിന്റെ വില 6 ആണെങ്കിൽ n-2ന്റെ വില 4. അതിന് 2 കുറച്ച് എഴുതണം, അതല്ലേ അതിന്റെ അർത്ഥം. ഇതിന്ന് ഞാൻ 2⁴ കോമൺ എടുത്തു. 2⁴ കോമൺ എടുത്താൽ ഇനി ഇവിടെ എന്തേ ബാക്കിയുള്ളൂ? 6 എണ്ണം ഉണ്ടായിരുന്നു. 6 എണ്ണത്തിൽ 4 എണ്ണം ഞാൻ പുറത്തേക്ക് കളഞ്ഞു. ഇനി എത്രയേ ബാക്കിയുള്ളൂ? 2 എണ്ണം അല്ലേ അകത്ത് ബാക്കിയുള്ളൂ. മൈനസ് 2⁴ ഞാൻ മൊത്തത്തിൽ പുറത്തേക്ക് കളഞ്ഞു. പിന്നെ അവിടെ ഒന്നും ബാക്കിയില്ല. സോ നമ്മൾ 1 എന്നാണ് എഴുതുക. അപ്പൊ 2⁴ ഗുണം 2�2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2�6 എന്ന് കിട്ടും. 2⁴ ഗുണം 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2⁴ തന്നെ തിരിച്ചു കിട്ടും. ശരിയല്ലേ? അപ്പൊ എക്സ്പോണൻസിന്റെ ആ ഒരു കൺവേർഷൻസ് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ സ്റ്റക്കായി പോകും കേട്ടോ. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി അപ്പൊ ഇതുപോലെ തന്നെ എനിക്ക് ഇതും എഴുതിക്കൂടെ? ഇവിടെ എന്താണ്? എന്നിന്റെ സ്ഥാനത്ത് ഞാൻ 6 എന്നാണ് എഴുതിയത്. n-2ന് പകരം ഞാൻ 4 എന്ന് എഴുതി. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം? 2n-2നെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഞാനിവിടെ 4നെ അല്ലേ പുറത്തേക്ക് എടുത്തേ? ചെറിയ ആളെയാണ് എപ്പോഴും പുറത്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ n ഉണ്ട്, n-2 ഉണ്ട്. ചെറുതാരാ? n-2. അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ 2⁻n-ൽ നിന്നും 2⁻n-2 പുറത്തേക്ക് പോയി. ഓക്കെ, അപ്പൊ 6 ഉണ്ടായിരുന്നു. 6ൽ നിന്ന് 4 എണ്ണം പുറത്തേക്ക് കളഞ്ഞു. ഇനി എത്രയേ ഉള്ളൂ? 2 എണ്ണം അല്ലേ ബാക്കിയുള്ളൂ. n-ൽ നിന്നും n-2 പോയാൽ പിന്നെ എത്രയേ ബാക്കിയുള്ളൂ? 2 ബാക്കിയുള്ളൂ കേട്ടോ. 2⁻2 അവിടെ ബാക്കിയായിട്ട് നിൽക്കും. ഇനി ഇവിടെ എന്താ ബാക്കിയുള്ളത്? മൈനസ് 2⁻n-2നെ നമ്മൾ മൊത്തത്തിൽ പുറത്തേക്ക് കളഞ്ഞു. ഇനി നമുക്ക് അവിടെ എന്തേ വരുള്ളൂ? 1 വരുള്ളൂ. ചില കുട്ടികൾ ഇവിടെ 0 എഴുതി വെക്കും. 2⁻n-2നെ നമ്മൾ പുറത്തേക്ക് കളഞ്ഞല്ലോ, ഇനി അവിടെ ഒന്നും ബാക്കിയില്ല, 0 എന്ന് എഴുതി വെക്കും. അങ്ങനെയല്ല കേട്ടോ. മൊത്തത്തിൽ പുറത്തേക്ക് എടുത്താൽ 1 എന്ന് വേണം എഴുതാൻ, തെറ്റിപ്പോവരുത്. ഇനി ഇപ്പൊ നമുക്കിത് സോൾവ് ചെയ്യാലോ. 2⁻n-2 ഇൻറ്റു 2⁻2 എത്രയാ? 2നെ 2 തവണ ഗുണിക്കണം. എത്രയാണോ പവർ അത്രയും തവണ ഗുണിക്കുക. 2⁻2 എന്ന് പറഞ്ഞാൽ 4. 4ൽ നിന്നും 1 കുറച്ചാൽ എത്ര വരും? 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇത് എന്തിന് തുല്യമാ? 96ന് തുല്യമാണ്. നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 96ന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ 2⁻n-2 എന്ന് പറഞ്ഞാൽ 96/3 എന്ന് എനിക്ക് എഴുതിക്കൂടെ? ഇവിടെ ഇൻറ്റുമായിട്ട് കടന്ന സാധനം എനിക്ക് എന്ത് ചെയ്യാം? അപ്പുറത്തേക്ക് വിടാം. ഞാനങ്ങ് വിട്ടു. വെട്ടിക്കോ. 3 × 3 9, 3 × 2 6. അപ്പം നമുക്കിവിടെ 1 എന്നും കിട്ടി. സോ 2⁻n-2 32ന് തുല്യമാണെങ്കിൽ നമുക്ക് 32നെ 2ന്റെ പവറാക്കി എഴുതിക്കൂടെ? 32നെ 2ന്റെ പവറാക്കി ഇങ്ങനെ എഴുതുക. ഒന്നെങ്കിൽ പഠിച്ചു വെക്കുക കേട്ടോ. 2ന് ഒരു 5 പവർ വരെയുള്ള വാല്യൂസ് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 32ന്റെ ലസാഗു എടുത്തങ്ങ് പോയാൽ മതി. 2മായിട്ട് ഹരിച്ചാൽ 16, 2മായിട്ട് ഹരിച്ചാൽ 8, വീണ്ടും 2മായിട്ട് ഹരിച്ചാൽ 4, വീണ്ടും 2മായിട്ട് ഹരിച്ചാൽ 2, വീണ്ടും 2മായിട്ട് ഹരിച്ചാൽ 1. ഈ 1 കിട്ടുന്നത് വരെ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് എത്ര 2 ഉണ്ടെന്ന് എണ്ണിയാൽ മതി. 1 2 3 4 5. കണ്ടോ? 32 എന്തിന് സമമാണ്? 2⁵ സമമാണ്. 2നെ 5 തവണ ഗുണിച്ചാൽ എനിക്ക് 32 കിട്ടും. ഇനി നോക്കിക്കേ, ഇവിടെയും 2, ഇവിടെയും 2. ഇവിടെ ഒരു പവർ ഉണ്ട്, ഇവിടെ ഒരു പവർ ഉണ്ട്. ബേസ് രണ്ടും തുല്യമാണ്. അവർ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ പവറുകൾ തമ്മിലും എന്താവണം? ഈക്വൽ ആവണം. അപ്പൊ നമുക്ക് എന്ത് പറയാം? n-2 5ന് തുല്യമാണെന്ന് പറയാം. ശരിയല്ലേ? n-2 5ന് തുല്യമാണെങ്കിൽ എന്നിന്റെ വില എത്രയായിരിക്കും? ഈ 2നെ അങ്ങോട്ട് വിട്ടാൽ പോരെ? അപ്പം -2 അപ്പുറത്ത് പോകുമ്പോൾ +2 ആയിട്ട് മാറും. അപ്പം 5 + 2 എത്ര വരും? 7 എന്ന് വരും. കണ്ടോ? നമ്മുടെ ഓപ്ഷനകത്ത് 7 എന്നുള്ളൊരു ഉത്തരം ഉണ്ടോ? ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരിക. ഇതൊന്നുമല്ല. ഫൈൻ. ഉത്തരം ഏതാണ്? 7 എന്നാണ് കിട്ടുക. അടുത്ത ചോദ്യം നോക്കിക്കേ. സ്ക്വയർ റൂട്ട് ഓഫ് 1 + 3 + 5 + etc. up to 101 എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ ഇതെന്താണ്? ഒറ്റ സംഖ്യകളുടെ തുക കാണാനാ പറഞ്ഞേക്കുന്നത് അല്ലെ. ഒറ്റ സംഖ്യകളുടെ തുക കണ്ടിട്ട് സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് ഉത്തരമായി. നമുക്ക് നേരത്തെ അറിയാം ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n സ്ക്വയർ ആണ് അല്ലെ. പെന്നിന്റെ വർഗം എടുത്താൽ എന്ത് കിട്ടും? നമുക്ക് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കിട്ടും. ഈ ആദ്യത്തെ എന്നുള്ള വാക്കിന് വളരെയധികം പ്രസക്തിയുണ്ട് കേട്ടോ. 1 മുതൽ തുടങ്ങണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് n സ്ക്വയർ. ഇവിടെ സ്ക്വയർ റൂട്ടും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ സ്ക്വയർ റൂട്ടും കൂടെ അവിടെ ഇട്ട് കൊടുത്തു. സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നാൽ എന്ത് സംഭവിക്കും? രണ്ടും വെട്ടിപ്പോകുന്ന നമ്മൾ പഠിച്ചതാ അല്ലേ. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? n ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? എത്ര സംഖ്യകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ ഉത്തരമായി. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താം. 1 മുതൽ 100 വരെ എത്ര ഒറ്റ സംഖ്യയുണ്ട്? നമുക്കറിയാം ആകെ 50 ഇരട്ട സംഖ്യയും 50 ഒറ്റ സംഖ്യയും ചേർന്നാലാണ് 100 വരെ കിട്ടുക അല്ലെ. 1 മുതൽ 10 വരെ നമുക്കറിയാം 5 ഒറ്റ സംഖ്യയും കാണും, 5 ഇരട്ട സംഖ്യയും കാണും. അപ്പൊ 1 മുതൽ 100 വരെ 50 ഇരട്ട സംഖ്യകളും ഉണ്ട്, 50 ഒറ്റ സംഖ്യകളും ഉണ്ട്. അപ്പൊ എത്ര എണ്ണമായി? 50 എണ്ണമായി. ഒരു 101 കൂടെ വരുന്നില്ലേ? അപ്പൊ എത്രയായി? 51 എണ്ണം. അപ്പൊ എന്നിന്റെ വില ഇവിടെ എത്ര വന്നു? 51 വന്നു. കണ്ടോ? നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ്? 51 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n സ്ക്വയർ ആണ്. വർഗ്ഗമൂലം കൂടെ കാണണം. അപ്പൊ വർഗ്ഗമൂലവും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ അത് രണ്ടും വെട്ടിപ്പോ. നമുക്ക് ഉത്തരം n മാത്രമേ കിട്ടത്തുള്ളൂ. n എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഒറ്റ സംഖ്യ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. 1 മുതൽ 100 വരെ 50 സംഖ്യകളുണ്ട്. 101 കൂടെ വന്നുകൊണ്ട് ഒന്നും കൂടെ കൂട്ടുക. 51 ആണ് നമ്മുടെ ആൻസർ. പക്ഷെ ഓപ്ഷൻ ഇട്ട ആൾ എന്താലോചിച്ചിട്ടാ ഇട്ടേന്ന് എനിക്ക് അറിയില്ല. 4 ശുദ്ധ ബ്ലണ്ടറാണ് ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ ആൻസർ ഈ ഓപ്ഷനകത്ത് ഒന്നും തന്നെ ഇല്ല. ക്വസ്റ്റ്യൻ എന്താണെങ്കിലും PSC ക്യാൻസൽ ആക്കും. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 1 മുതൽ 100 വരെ ആകെ 26 അഭാജ്യ സംഖ്യകളുണ്ട്. ആണോ? അല്ല. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളാണുള്ളത്. നമ്മൾ പഠിച്ചു വെച്ചതാ. 1 തൊട്ട് 25 വരെ എത്ര എണ്ണം ഉണ്ട്, 1 മുതൽ 50 വരെ എത്രയുണ്ട്, 1 മുതൽ 100 വരെ എത്രയുണ്ട്. ഇത് എന്താണെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളാണുള്ളത്. ഓപ്ഷൻ 2 ആണ് ശരി. ഓപ്ഷൻ ബി നമുക്ക് ശരിയാണെന്ന് കിട്ടി. അടുത്തതും കൂടെ വായിച്ചു നോക്കണം കേട്ടോ. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല. ആണോ? അല്ല. അഭാജ്യ സംഖ്യയിൽ ഒരേ ഒരു ഇരട്ട സംഖ്യ മാത്രമേ ഉള്ളൂ. ഏതാണ്? 2. ബാക്കി എല്ലാം ഒറ്റ സംഖ്യകളാണ്. 2 മാത്രം ഒരു ഇരട്ട സംഖ്യ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് സിയും തെറ്റ്. അടുത്തതും 4ാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യയുണ്ട്. അതും ശരിയല്ലേ. അപ്പം ഓപ്ഷൻ ബിയും ഡിയും ഇവിടെ ശരിയാണ്. നമ്മുടെ ആൻസർ ഇവിടെ ഏതാ വരിക? 2ഉം 4ഉം ശരി. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ശരിയായ ഉത്തരം കേട്ടോ. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യയുമുണ്ട്. ഫൈൻ. അടുത്ത ചോദ്യം. 3, 9, 15 എന്നീ ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക അതിനടുത്ത 30 പദങ്ങളുടെ തുകയിൽ നിന്നും കുറച്ചാൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനും കിട്ടത്തില്ല. കാരണം അത്രയും വലിയ വാല്യൂസ് ഒന്നും വരത്തില്ല കേട്ടോ. അത് എന്ത് ലോജിക്കൽ ഇവർ ഈ ഓപ്ഷൻസ് തയ്യാറാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കലും ഇത്രയും വലിയ വാല്യൂസ് നമുക്ക് എന്താണെങ്കിലും 2 സമ്മുകളെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നില്ല. ചെയ്ത് കാണിച്ചു തരാം. 3, 9, 15 3, 9, 15 എന്നിങ്ങനെ തുടങ്ങി 30 പദങ്ങളുണ്ട്. ഫസ്റ്റ് 30 ടേംസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പൊ 30ാമത്തെ പദം ഇവിടെ ഏതായിരിക്കും? ഇവിടുത്തെ വ്യത്യാസം നോക്കിയാൽ മതി. 3നെ 9 ആക്കാൻ 6 കൂട്ടി, 9നെ 15 ആക്കാൻ 6 കൂട്ടി. അപ്പൊ 1ാമത്തെ പദത്തിനോടൊപ്പം ഒരു തവണ 6 കൂട്ടിയാൽ 2ാമത്തെ പദം കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ 1ാമത്തെ പദത്തിനോടൊപ്പം 29 തവണ 6 കൂട്ടിയാൽ നമുക്ക് 30ാമത്തെ പദം കിട്ടും. ഓക്കെ. 1ാമത്തെ പദത്തിന്റെ കൂടെ ഒരു തവണ 6 കൂട്ടിയാൽ 2ാമത്തെ പദം, 2 തവണ 6 കൂട്ടിയാൽ 3ാമത്തെ പദം. അങ്ങനെയാണെങ്കിൽ 30 കിട്ടണമെങ്കിൽ എത്ര തവണ കൂട്ടണം? 29 തവണ 6നെ കൂട്ടണം. അപ്പൊ കൂട്ടാലോ. എ ഇവിടെ എത്രയാ? 3. ഇതല്ലാതെ ഉത്തരം കണ്ടുപിടിക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 3 പ്ലസ് 29നെ 6 തവണ ഗുണിച്ചു. 9, 6, 54. ശിഷ്ടം 5. 6ഉം 2ഉം 12. 12ഉം 5ഉം എത്രയാ? 17. അപ്പൊ 174 പ്ലസ് 3 ചെയ്യാലോ. എത്ര വരും? 177 എന്ന് വരും. ഓക്കെ. അപ്പൊ നമ്മുടെ അവസാനത്തെ പദം നമുക്ക് കിട്ടിയ എത്രയാണ്? 177. 1ാമത്തെ ശ്രേണി നമ്മുടെ കയ്യിലുണ്ട്.
30 പദം ഇതേ രീതിയിലുള്ള അടുത്ത 30 പദം നമുക്ക് എഴുതാം. 177നോടൊപ്പം 6 കൂട്ടാം. 177ന്റെ കൂടെ 6 കൂട്ടിയാൽ എത്ര വരും? 183 എന്നാണ് വരിക. 177ന്റെ കൂടെ 6 കൂട്ടിയാൽ 183. അഗൈൻ 183യുടെ കൂടെ 6 കൂട്ടിയാൽ എത്ര വരും? 189 എന്ന് വരും. ശരിയല്ലേ? അപ്പൊ 183, 189 അങ്ങനെ പോയി അവസാനത്തെ 30ാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പം മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. ഒരേ രീതിയിൽ പോകുന്ന 2 ശ്രേണികളാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവരുടെ വ്യത്യാസങ്ങളും എപ്പോഴും എന്തായിരിക്കണം? തുല്യമായിരിക്കും. അതായത് ഈ 2 ടേം തമ്മിൽ കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 180 എന്ന് കിട്ടി. രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടെ കുറച്ചാൽ ഇവിടുത്തെ രണ്ടാമത്തെയും കൂടെ കുറച്ചാൽ എത്ര കിട്ടണം? 180 തന്നെ കിട്ടണം. 189 9 കുറച്ചാൽ കണ്ടോ 180 തന്നെ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? 177നോടൊപ്പം 180 കൂട്ടിയാൽ നമുക്ക് വാല്യൂ കിട്ടും. അപ്പൊ 7 എന്ന് കിട്ടി. 7 7 14 1 15 പോയിട്ട് ശിഷ്ടം 1 1 1 2 1 3 357 ആണ് നമ്മുടെ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ വാല്യൂ, രണ്ടാമത്തെ വാല്യൂ, ലാസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടി. ഇവിടെ എല്ലാവരുടെയും ഇടയിലുള്ള വ്യത്യാസം എന്താ? 180 അല്ലേ? അപ്പോൾ ഇവരെ തമ്മിൽ ഞാൻ കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 180 എന്ന് കിട്ടും. അതല്ലേ നമ്മളോട് പറഞ്ഞേക്കുന്നേ? ടോട്ടൽ തുക കണ്ടുപിടിച്ച് ആ 2 തുകകളുടെ വ്യത്യാസം കാണാൻ പറയുന്നതും ഓരോ പദങ്ങളുടെ വ്യത്യാസം കണ്ടിട്ട് കിട്ടുന്നതിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയാലും നമ്മുടെ ഉത്തരം തുല്യമായിരിക്കും. മനസ്സിലായോ? 2 സീരീസിന്റെ പദങ്ങളെല്ലാം കൂടെ നിങ്ങൾ കൂട്ടി നമ്മൾ സമ്മ് കണ്ടുപിടിച്ചു. ആ സമ്മ് തമ്മിൽ കുറച്ച് കിട്ടുന്ന ഉത്തരവും ഓരോ ടേം അതിന്റെ നേരെ താഴെ കിടക്കുന്ന ടേമുമായിട്ടുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. ആ വ്യത്യാസങ്ങളെ തമ്മിൽ കൂട്ടിയാലും നമുക്ക് അതേ ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. ഇവിടെ ഇപ്പൊ 180 വന്നു. അപ്പൊ നമ്മുടെ വ്യത്യാസം എത്രയാ? 180. എത്ര ടേംസ് ഉണ്ട്? മൊത്തം 30 ടേംസ് ഉണ്ട്. അപ്പൊ 30 തവണ നമുക്ക് എന്ത് തന്നെ കിട്ടും? 180 തന്നെ കിട്ടും. അപ്പൊ 180നെ ഞാൻ 30 തവണ ഗുണിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ 2 0 ഉണ്ട്. ആ 2 0 അങ്ങ് ഇട്ട് കൊടുത്തു. 8 × 3 24 പോയിട്ട് ശിഷ്ടം 2 3 1 3 3 2 5. നമ്മുടെ ആൻസർ എത്രയാണ്? 5400 ആണ് കേട്ടോ. അപ്പം ഇതുപോലെ 2 സീരീസ് കറക്റ്റായിട്ട് എഴുതുക. സീരീസ് കറക്റ്റായിട്ടാണ് നമ്മൾ എഴുതുന്നെങ്കിൽ, ഒരേപോലെ പോകുന്ന സീരീസ് ആണെങ്കിൽ അവരുടെ വ്യത്യാസങ്ങൾ എപ്പോഴും തുല്യമായിട്ടേ വരത്തുള്ളൂ. ആ ഡിഫറൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താം. 5400 ആണ് നമ്മളുടെ ആൻസർ കേട്ടോ. പക്ഷെ ഇവിടെ 54,000 5,40,000 ഒക്കെയാണ് തന്നേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്തും നമ്മുടെ ഓപ്ഷനിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം ഇല്ല. ചോദ്യം PSC റദ്ദാക്കും. അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളാണ് ABCDE. താഴെ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇവയുടെ ശരാശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, എയും ഇയും കൂടെ കൂട്ടി 2മായിട്ട് ഹരിക്കുക. ശരിയല്ലേ? ആദ്യത്തെ പദവും അവസാനത്തെ പദവും കൂടെ കൂട്ടി 2മായിട്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി കിട്ടും കേട്ടോ. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഒരേ രീതിയിലാണ് നമ്പർ പോകുന്നതെങ്കിൽ എയുടെ കൂടെ 1 കൂട്ടിയാൽ B, ബിയുടെ കൂടെ 1 കൂട്ടിയാൽ C, ഒരേ രീതിയിലല്ലേ പോകുന്നേ? അപ്പൊ ഇതുപോലെ ഇപ്പൊ 2 കൂട്ടാം, 3 കൂട്ടാം, 6 കൂട്ടാം, എത്രയായാലും കുഴപ്പമില്ല. പക്ഷെ ഒരേ രീതിയിലായിരിക്കണം എല്ലാ നമ്പേഴ്സും കൂട്ടി കൂട്ടി പോകണ്ടേ. അങ്ങനത്തെ നമ്പേഴ്സ് ആണെങ്കിൽ ആദ്യത്തെ പദവും അവസാനത്തെ പദവും കൂടെ കൂട്ടുക, 2മായിട്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ശരാശരി കിട്ടും. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ നോക്കിക്കേ, A + B + C + D + E. നമുക്കറിയാം ശരാശരി കാണാൻ എല്ലാ സംഖ്യകളും കൂടെ കൂട്ടുക, ടോട്ടൽ നമ്പറുമായിട്ട് ഹരിക്കുക. 1 2 3 4 5. അപ്പൊ 5മായിട്ട് വേണം ഹരിക്കാൻ. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി കിട്ടും. അതുകൊണ്ട് ആ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത് നോക്കിക്കേ, C എന്നാണ് തന്നേക്കുന്നേ. 5 സംഖ്യകളുണ്ടെങ്കിൽ അതിന്റെ നടുക്ക് കിടക്കുന്ന ആളായിരിക്കും അതിന്റെ ശരാശരി. 7 പേരുണ്ടെങ്കിലോ അതിന് നടുക്ക് കിടക്കുന്നല്ല. ഒറ്റ സംഖ്യകളാണെങ്കിൽ നമുക്ക് നടുക്ക് കിടക്കുന്ന ആളെ നേരെ എടുത്ത് അങ്ങോട്ട് എഴുതാം. ഇരട്ടയാണെങ്കിൽ അങ്ങനെ പറ്റില്ല, മീഡിയൻ കണ്ടുപിടിക്കണം. ഒറ്റയാണെങ്കിൽ ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. അപ്പൊ നേരെ നടുക്ക് കിടക്കുന്ന ആളായിരിക്കും ശരാശരി. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ C എന്താണ്? ശരിയാണ്. എല്ലാം ശരിയാണ് ഇതിനകത്ത് ആൻസർ കേട്ടോ. ഓപ്ഷൻ D ആണ് ഉത്തരം വരിക. 3ഉം ശരി. അടുത്ത ചോദ്യം 250 മീറ്റർ 320 മീറ്റർ നീളമുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികൾ. 2 തീവണ്ടി ഉണ്ട്, ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ആണ് പോകുന്നത്. 2 പേരുടെ നീളം തന്നിട്ടുണ്ട്. ഒന്ന് 250 മീറ്ററും മറ്റേ ആള് 320 മീറ്ററും. 2 തീവണ്ടികൾ ഓപ്പോസിറ്റ് ആയിട്ട് സഞ്ചരിക്കുന്നു. അവരുടെ വേഗത തന്നിട്ടുണ്ട്. ആദ്യത്തെ ആളുടെ വേഗതയാണ് 60 km/h. രണ്ടാമത്തെ ആളുടെ വേഗതയാണ് 50 km/h.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടുപേരും പരസ്പരം കടന്നു പോവാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന സമയം എങ്ങനെയാ കണ്ടുപിടിക്കുക? നോക്കിക്കേ, 250 മീറ്റർ 320 മീറ്റർ. നമുക്ക് സമയമാണ് കാണണ്ടേ. സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അല്ലേ. ദൂരത്തിനെ നമ്മുടെ വേഗതയുമായിട്ട് ഹരിച്ചാൽ സമയം കിട്ടും. ഡിസ്റ്റൻസ് എങ്ങനെയാ കാണുക? നമ്മൾ പഠിച്ചതാണ്. ട്രെയിനിന്റെ കേസിൽ ഒരു ട്രെയിൻ നീളമുള്ള മറ്റേതെങ്കിലും വസ്തുവിനെയാണ് കടന്നു പോകുന്നതെങ്കിൽ, പാലമാവാം, തുരങ്കമാവാം, പ്ലാറ്റ്ഫോം ആവാം, മറ്റൊരു ട്രെയിൻ ആവാം, അന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ദൂരം കാണാൻ രണ്ടുപേരുടെയും നീളം തമ്മിൽ കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെ നീളം കൂട്ടിക്കോ. 250 പ്ലസ് 320 ഡിവൈഡഡ് ബൈ സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് സ്പീഡാണ് എഴുതണ്ടേ. രണ്ടുപേരും ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും വേഗത തമ്മിൽ ഒന്നെങ്കിൽ കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. കൂട്ടുവാണോ കുറയ്ക്കുവാണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ? ഒരേ ദിശയിലാണോ ഓപ്പോസിറ്റ് ദിശയിലാണോ സഞ്ചരിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുക കേട്ടോ. ഇവിടെ ഇപ്പൊ രണ്ടുപേരും എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഓപ്പോസിറ്റ് ആയിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ രണ്ടുപേരുടെയും സ്പീഡ് തമ്മിൽ കൂട്ടണം. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ട് സഞ്ചരിച്ചാൽ രണ്ടുപേരുടെയും സ്പീഡ് തമ്മിൽ കൂട്ടണം. ഇനി ഒരേ ദിശയിലാണെങ്കിലോ കുറയ്ക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് കൂട്ടാലോ. ഇനി ഒരു പ്രശ്നമുണ്ട്. ഇവിടെ മീറ്റർ ആണ്, ഇവിടെ എന്താണ്? കിലോമീറ്റർ പെർ അവറിലാണ് തന്നേക്കുന്നത്. നമ്മുടെ ഉത്തരം തന്നിരിക്കുന്നത് സെക്കൻഡിലാണ്. അപ്പൊ മീറ്ററും സെക്കൻഡുമേ വരത്തുള്ളൂ. കിലോമീറ്ററും അവറും അവിടെ നിന്ന് മാറ്റണം. അതിന് എന്ത് ചെയ്താൽ മതി? നേരെ നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഗുണിക്കണം കേട്ടോ. 5/18 കൊണ്ട് ഗുണിക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ ഗുണിക്കുന്നതെന്ന് മനസ്സിലായോ? നമ്മൾ വലുതിനെ ചെറുതാക്കാൻ ചെറിയ സംഖ്യയുമായിട്ടാണ് ഗുണിക്കുക. കിലോമീറ്റർ വലുതല്ലേ, മീറ്റർ ചെറുതാ. വലുതിനെ ചെറുതിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ഇനി നമുക്കിത് സോൾവ് ചെയ്താൽ നമ്മുടെ ഉത്തരം കിട്ടി. ചെയ്യാലോ. 250, 200 300 എത്രയാ? 500. 50 20 എത്രയാ? 70. 570 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 60 50 എത്രയാ? 100 110 അല്ലേ. 110 ഗുണം 5/18 എന്ന് കിട്ടി. ഇത് ഈ സീറോയും ഞാൻ അങ്ങോട്ട് വെട്ടി. ഇനി എന്ത് ചെയ്യാം? തിരിച്ചെഴുതിക്കൂടെ? നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടൊരു സാധനം താഴെ കിട്ടിയാൽ അതിനെ നേരെ തിരിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ എളുപ്പമാണ്. 57 ഗുണം 5/8 എന്തായിട്ട് മാറും? 18/5 ആയിട്ട് മാറും. ഇവിടെ ഒരു 11 ഉണ്ട്, അതവിടെ കിടന്നോട്ടെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്കളയാനൊന്നും ഇവിടെ തന്നെ ഇല്ല, അതുകൊണ്ടാണ്. സോ 11 ഗുണം 5 എത്രയാ? 55. 57 ഇൻറ്റു 18/55 എന്ന് കിട്ടി. ഇവിടെ 55 ആയിരുന്നെങ്കിലോ നമുക്ക് ഉത്തരം എത്ര കിട്ടിയേനെ? 18 എന്ന് കിട്ടിയേനെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണെങ്കിലും 18 സെക്കൻഡുകൾ ചേർന്നേ വരുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ചെയ്ത് നോക്കാലോ. സോ 57 ഗുണം 18/55 ചെയ്താൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 18.6 ആണ് ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഫൈൻ. അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ മുൻവർഷ ചോദ്യങ്ങളിൽ ഞാൻ ചെയ്യിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ആയിരുന്നു കേട്ടോ. 4/88 എത്ര തവണയുണ്ട്? 4 തവണയുണ്ട്. 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 4k കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കെയുടെ വില എത്ര? ഇവിടെ ഇൻറ്റു ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, എല്ലാം കൂടെ അങ്ങ് കൂട്ടിയാൽ മതിയായിരുന്നു. പ്ലസ് വന്നാൽ അല്ലെങ്കിൽ മൈനസ് വന്നാൽ എന്ത് ചെയ്യണം? കോമൺ എടുക്കണം കേട്ടോ. ഞാൻ 4/88 കോമൺ എടുത്തു. ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ? ഇനി 4/88 പുറത്തേക്ക് പോയി, പിന്നെ 1 ബാക്കിയുള്ളൂ. അപ്പം ഞാൻ 1 എന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു. അപ്പം 1 2 3 4 എല്ലാം കൂടെ കൂട്ടിയപ്പോൾ എത്ര വന്നു? 4 എന്ന് വന്നു. അതെന്തിന് തുല്യമാണ്? 4:k തുല്യമാണ്. ഇവിടെ പവർ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 ഉണ്ടെന്ന അർത്ഥം കേട്ടോ. പവർ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു തവണ ഗുണിച്ചപ്പോൾ കിട്ടിയതാണെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇവിടെ 88, ഇവിടെ 1. ഇവിടെ രണ്ടുപേരുടെയും ബേസ് സെയിം ആണ്, ഇൻറ്റുമാണ്. അപ്പം എന്ത് ചെയ്യാം? 88 പ്ലസ് 1 ചെയ്യാം. സോ 4:89 എന്ന് കിട്ടി. 4/81 4/k തുല്യമാണെങ്കിൽ കെയുടെ വില എത്ര? 89. കണ്ടോ? ഓപ്ഷൻ നോക്കാം. ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം. ഒറ്റയാൻ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? എളുപ്പമുള്ള ചോദ്യം അല്ലായിരുന്നോ?
ഓപ്ഷൻ എ നോക്കിക്കേ 7, 4, 9. അതിനകത്ത് ഒരു ഇരട്ട സംഖ്യ വരുന്നുണ്ട്, ബാക്കി രണ്ടും ഒറ്റ സംഖ്യകൾ. ഓപ്ഷൻ ബിയും അതുപോലെ തന്നെ 13, 36, 7. ഒരാൾ മാത്രമേ ഇരട്ട സംഖ്യ വരുന്നുള്ളൂ, ബാക്കി രണ്ടും ഒറ്റ സംഖ്യ. എന്നാൽ ഓപ്ഷൻ സി നോക്കിക്കേ 5, 25, 9. മൂന്നും എന്താണ്? ഒറ്റ സംഖ്യകളാണ് അല്ലേ. അപ്പം നമ്മുടെ ഓഡ് വൺ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 5, 25, 9. ഡിക്കകത്തും നമുക്ക് ഒരെണ്ണം ഇരട്ട സംഖ്യ വരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഉത്തരം കാണാമായിരുന്നു. അടുത്ത ചോദ്യം. ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകും എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര തവണ തുല്യമാകും? 4 തവണയെ തുല്യമാവത്തുള്ളൂ കേട്ടോ. കാരണം നമുക്ക് എന്താണ്, ക്ലോക്കിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണേ. ഇതുപോലെ എത്ര തവണ പെർപെൻഡിക്കുലർ ആയിട്ട് വരാം, എത്ര തവണ 0 ഡിഗ്രി വരാം, അല്ലെങ്കിൽ എത്ര തവണ ഇതുപോലെ പ്രതിബിംബവും ഇമേജും ഒരുപോലെ വരാം. ഇതൊക്കെ ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇവിടെ ഉത്തരം എത്രയാണ്? 4 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം. ഇൻറ്റു എന്നത് പ്ലസിനെ സൂചിപ്പിക്കുന്നു, പ്ലസ് എന്നത് ഹരണത്തിനെ സൂചിപ്പിക്കുന്നു, മൈനസ് എന്നത് ഇൻറ്റുവിനെ സൂചിപ്പിക്കുന്നു, ഹരണം എന്നത് മൈനസിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താഴെ തന്ന പ്രസ്താവനയിൽ തെറ്റ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അത്യാവശ്യം സമയം എടുക്കുന്ന ചോദ്യമായിരുന്നു കേട്ടോ. എല്ലാത്തിലും ഈ പ്ലസ് മൈനസ് ഒക്കെ മാറ്റിയിട്ടൊക്കെ ചെയ്യണ്ടേ. നമുക്ക് എങ്ങനെ പോയാലും സമയം എടുക്കും. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 6 ഗുണം 4 മൈനസ് 5 പ്ലസ് 2 ഹരണം 3 എന്ന് പറയുന്നത് 12 എന്നാണ് തന്നേക്കുന്നത്. അപ്പം ഇൻറ്റുവിന് പകരം എന്തിടണം? പ്ലസ് ഇടണം. മൈനസിന് പകരം എന്തിടണം? ഇൻറ്റു ഇടണം. പ്ലസിന് പകരം എന്തിടണം? ഹരണം ഇടണം. ഹരണത്തിന് പകരം മൈനസ് ഇടണം. അപ്പം ഇത് ചെയ്യുമ്പോൾ 12 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പം 5 ഗുണം 4 6 പ്ലസ് 4 ഇൻറ്റു 5/2 എന്ന് എഴുതി കൂടെ. ഇവിടെ ഹരണമല്ലേ, അപ്പം എനിക്ക് ഇങ്ങനെ എഴുതാം. -3. ഈ 4ഉം ഈ 2ഉം കൂടെ വെട്ടിക്കോ, 2 എന്ന് കിട്ടി. 6 പ്ലസ് 5 ഗുണം 2 10 -3. 10ഉം 6ഉം 16. 16ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാ? 13. പക്ഷെ നമുക്ക് എത്രയാ തന്നേക്കുന്നേ? 12 എന്നാണ് തന്നേക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സമയം എടുക്കുന്ന ചോദ്യമായിരുന്നു കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ 10 ചോദ്യങ്ങൾ കണക്കിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 2 ചോദ്യം PSC തെറ്റാക്കി കളഞ്ഞു. ആൻസർ പോലും തെറ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ആ 2 ചോദ്യം പോയി. ബാക്കിയുള്ള 8 ക്വസ്റ്റ്യനകത്ത് ഈ ചോദ്യം അത്യാവശ്യം സമയം എടുക്കുന്ന ചോദ്യമായിരുന്നു. സിമ്പിളാണ്, പക്ഷെ നമ്മൾ അത് ഇട്ടൊക്കെ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കും. എങ്ങനെ പോയാലും അത് ഓപ്ഷൻ ഡി വരെയൊക്കെ എത്തണ്ടേ ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ക്ലോക്കിൻ്റെ ചോദ്യം ആയിക്കോട്ടെ, അത് അറിയില്ലെങ്കിൽ നമുക്ക് എഴുതാൻ പ്രയാസമായിരിക്കും അല്ലേ. നമുക്ക് സാധാരണ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഒരു മെത്തേഡ് എന്താണ്? ഒരു സമയം തന്നാൽ അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുക, ഒരു സമയം തന്നാൽ അതിൻ്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കുക. ഇതുപോലത്തെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആൻസർ അറിയില്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പ്രയാസമായിരിക്കും. പിന്നെ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. ട്രെയിനിൻ്റെ ചോദ്യമാവട്ടെ, കാൽക്കുലേഷൻ നമുക്ക് ഡെസിമലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. കാരണം സാധാരണ രീതിയിൽ വെട്ടിപ്പോകുന്ന നമ്പേഴ്സൊക്കെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. പക്ഷേ ഇത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ലെവലിലുള്ള ഒരു ചോദ്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.